My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. It's been a long days, അല്ലെ? കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ യാത്രയൊക്കെ വളരെ അടിപൊളിയായിരുന്നു. സോ ഇത് ജസ്റ്റ് ഒരു വാം അപ്പ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്. സോ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ഓക്കെ. സോ എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരു ബേസ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഒരു കാര്യത്തിന്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ചില ആളുകളുമായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഡിസ്കസ് ചെയ്യുന്നതോ ഡിസൈഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് മോർ ഒരു ടീം വർക്ക് പോലെ. ഓക്കെ, ചില ആളുകൾ അത് ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമായിരിക്കാം, ചില ആളുകൾ നിങ്ങളൊരു വിത്ത് എ ടീം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? സോ നിങ്ങൾ എന്താണോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, എന്താണോ അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത്, എന്താണോ ചെയ്യാൻ പോകുന്നത്, എല്ലാം വളരെ നല്ല രീതിയിലാണ് വരുന്നത്. എല്ലാം നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകളാണ്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളാണ്. നിങ്ങൾ ചില മാറ്റങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു പുതിയൊരു ഫൗണ്ടേഷൻ, പുതിയൊരു ഐഡിയ ലൈഫിനെ പറ്റിയിട്ട് തരാൻ സഹായിക്കുന്നുണ്ട്. ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളും ഈവൻ അവിടെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് കൂട്ടി കണക്ട് ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നല്ലതാണ്. ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം വളരെ ഡീപ്പായിട്ടുണ്ട് നിങ്ങൾ ചില ആളുകളുമായിട്ടുള്ള എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സമയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയം നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യം നിങ്ങളെ ഇതുപോലെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഓ മൈ ഗോഡ്, ലവ് ബിഗിൻസ്. ഓക്കെ, സോ ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഭാവിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ചില ബന്ധങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രേറ്റ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ, എസ്പെഷ്യലി നിങ്ങളത് മാരേജിലേക്ക് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ സാധ്യതയുള്ള ചില ബന്ധങ്ങൾ, ആളുകള് ഓൾറെഡി ചില ആളുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുന്നതും വലിയ വലിയ മാറ്റങ്ങളാണ്. ഓക്കെ, സോ ചില ആളുകൾ പുതിയ റിലേഷൻഷിപ്പിലേക്കാണ് വരുന്നത്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അൺപ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പിന്നീട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പ്ലാനിങ്സ്, നിങ്ങൾ ചില കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടും വളരെ പ്ലാൻഡ് ആയിട്ടും ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് അത്രയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ എന്ന വ്യക്തിയെ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതോ, ചില ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതോ, ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ നിങ്ങൾ എന്ന വ്യക്തിയെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ബിലീഫ്, നിങ്ങൾക്ക് അത്ര ഈവൻ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അത്ര കാലമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുണ്ടായിട്ടുള്ള ഐഡിയാസ് ഒക്കെ കംപ്ലീറ്റ്ലി തിരുത്തി എഴുതുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് നിങ്ങൾ മൊത്തത്തിൽ മാറ്റുന്ന ചില കാര്യങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, മെന്റലി, ഇമോഷണലി, എസ്പെഷ്യലി നിങ്ങളുടെ ബിലീഫിലൊക്കെ ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മെയിൻലി ലൈക്ക് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആളുകളില്ല, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങളൊരു വീട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, പക്ഷെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം, അല്ലെ? അതിനൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട്. ഓക്കെ, അവിടെ സ്നേഹം കൊണ്ട് ഉള്ള ഒരു സ്പർശനം ഉണ്ടാവുന്നുണ്ട്, സ്നേഹം കൊണ്ട് ഉണ്ടാവുന്ന ചില
തീരുമാനങ്ങളോ ഡിസ്കഷനോ ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് മെയിൻലി വാട്ട് ഐ കൻ സീ ഇസ് നിങ്ങളൊരു ഒരേ പ്ലേസിലൊക്കെ നിൽക്കുന്ന ആളുകൾ, സംസാരിക്കാണ്ട് സഫോക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒരു മാറ്റം വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻ കാണുന്നുണ്ട്, അത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് റിയലി ഗുഡ് ഫോർ യു. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനൊക്കെ അത് അത്യാവശ്യമായിട്ട് വേണ്ട ചില കാര്യങ്ങളാണ്. അഗൈൻ ഓ മൈ ഗോഡ്, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഓക്കെ, സഫറിങ് ഇൻ സൈലൻസ്. സോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാട്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം ഈ കാർഡ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് ഇത് നിങ്ങളൊരു കൺഫർമേഷൻ ആക്കി എടുക്കേണ്ടതും കുറെ കാലമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ച് സഹിച്ചു പോകുന്നുണ്ടായിരിക്കണം, അല്ലെ ജീവിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തുകയാണ്. ഈ ഒരു ബാധ്യതകളോ ഈ ഒരു ബേർഡൻസോ ഒക്കെ ഇറക്കി വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, ഫിസിക്കലി കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കുന്നതോ നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാം, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയെന്നുള്ളതല്ല. ചില പ്ലേസിൽ നിങ്ങൾ ഫിസിക്കലി എത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫിസിക്കലി ഉണ്ടാവുന്നുണ്ട്, അതിന്റെ ഒരു ഫിസിക്കൽ ഫോം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മോർ നിങ്ങളൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് പോലെയാണ്. ഓക്കെ, സോ കുറെ കാലമായിട്ട് നിങ്ങൾ കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കരയിലേക്ക് എത്തുന്നത് പോലെ. ഓക്കെ, സോ അതവിടെ ബ്യൂട്ടിഫുള്ളി സംഭവിക്കുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളും പ്രിപ്പയർഡ് ആവേണ്ടത് അതാണ്. ഓക്കെ, ഈ ഒരു ടൈമില് എന്റെ വീട്ടിലൊരു കോഴിയുണ്ട്. കോഴീന്റെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു കാർഡ് കാണുന്ന സമയത്ത്. ആൻഡ് ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജുമാണ്. ഓക്കെ, സോ എന്റെ അച്ഛൻ ആ കോഴീനെ പുറത്തേക്കൊന്നും വിടില്ല. ബിക്കോസ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് വേറെ വീട്ടിലൊക്കെ പോയിട്ട് താമസിക്കും, വേറെ പിടക്കോഴികളുടെ കൂടെയൊക്കെ പോയിട്ട് താമസിക്കും. സോ അതിനെ കെട്ടിയിട്ട് വളർത്താൻ തുടങ്ങി. ഓൾമോസ്റ്റ് കുറെ മാസങ്ങൾ, ഓൾമോസ്റ്റ് ഒരു 1 year ടൈം അതിനെ കെട്ടിയിട്ടിട്ടാണ് വളർത്തുന്നുണ്ടായിരുന്നത്. സോ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ് അച്ഛൻ അതിനെ അഴിച്ചു വിടാൻ തുടങ്ങി. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് അത്ര കാലമായിട്ട് എത്ര സ്റ്റെപ്പ് നടന്നിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് അത് നടക്കില്ല. ഓക്കെ, അതിന്റെ അതിനത്രയും ഒരു പരിധിയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോവാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അതിനുണ്ടായിട്ടുള്ളത്. സോ സെയിം ലൈക്ക് ദാറ്റ് നിങ്ങളുടെ ഒരു കഷ്ടപ്പാട് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനിയും അതേപോലെ ജീവിക്കാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങളുടെ സങ്കടം ആയിക്കോട്ടെ, എവിടെയാണ് നിങ്ങൾ ഇങ്ങനെ തളച്ചിട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ ലൈഫ് അങ്ങനെയല്ല, നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, സകല ഫ്രീഡവും ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരേ വീട്ടിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സകല ഫ്രീഡം ഉണ്ട്. അത് നിങ്ങളുടെ കർമ്മയാണെന്ന് വിശ്വസിക്കുന്ന കാര്യമായിരിക്കാം. ചില ആളുകൾ എന്റെ കർമ്മയാണ്, എന്റെ കാർമിക് സിറ്റുവേഷൻ ആണ്, എന്റെ കാർമിക് പാർട്ട്ണർ ആണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് തളച്ചു വിടുന്ന സ്ഥലത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് അവിടെ കാര്യങ്ങള് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റേഷന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ബോക്സിന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് യുവർ കൺഫർമേഷൻ. ഓക്കെ, സോ യു ഹാവ് ഓൾ ദി ഫ്രീഡം. ഓക്കെ, ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്, മൂവ്മെന്റ്സിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് ഈ ഒരു പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുന്നുണ്ട്, സ്വാതന്ത്ര്യം ഉണ്ടാവുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എന്റെ അച്ഛൻ വിടുന്നില്ല, അമ്മ വിടുന്നില്ല, എന്റെ പാർട്ട്ണർ വിടില്ല, കുട്ടികൾ വിടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങള് കൊണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ക്ലിയർലി കിട്ടുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എനിക്ക് ശരിയാവില്ല, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഹോപ്പാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല ചില കാര്യങ്ങളിലേക്ക് വരാൻ, ചില കാര്യങ്ങൾ ചെയ്യാൻ. But this is your confirmation. You have all the freedom. Okay? Hope. ചില കാര്യങ്ങൾ സംഭവിക്കുന്നു വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാം. ചില കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് വരാം. Okay? Such a powerful reading. നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഹാർട്ട് ache and loss. Alright. സോ നിങ്ങളുടെ പുതിയ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സെയിം ലൈക്ക് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ പുതിയ വീട്ടിലേക്ക് പോവാണ്. സോ നിങ്ങൾ പഴയ വീട്ടിലെ എല്ലാ ബാഗേജും എടുത്തിട്ട് പുതിയ വീട്ടിലേക്ക് പോകില്ലല്ലോ, പുതിയ വീട്ടിൽ പുതിയ സാധനങ്ങൾ വേണം, അല്ലെ? സോ ചില കാര്യത്തിനോടുള്ള അറ്റാച്ച്മെന്റ് നിങ്ങൾ മാറ്റാം. സോ നിങ്ങൾക്ക് പുതിയ ലൈഫിലേക്ക് വരണം, പുതിയ മാറ്റങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാവണം. പഴയ അനുഭവങ്ങളും ആയിരിക്കാം, ഓക്കെ, മെമ്മറീസ് ഒക്കെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, സോ ചില ആളുകൾ അത് വളരെ ബ്യൂട്ടിഫുള്ളി ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ആ ഒരു സഫറിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ചില അതായത് നിങ്ങൾ വിചാരിക്കും ചില സിറ്റുവേഷനിൽ നിങ്ങൾ കുറെ കൂടെ മുന്നോട്ട് പോകണം, ചില കഷ്ടപ്പാടിലൂടെ ഇനിയും നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ നമ്പർ 9 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന 0 ആണ്. ഓക്കെ, വിച്ച് മീൻസ് വാട്ട് ഐ ക്യാൻ കണക്ട് ഈസ്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ചില കഷ്ടപ്പാട് നിങ്ങൾ അതിന്റെ അരറ്റം വരെ നിങ്ങൾ പോവേണ്ടതായിട്ടില്ല. ചില ആളുകൾ നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾ ചില കാര്യത്തിലൂടെ പോവേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പോവണം എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾ ഓഫ് സഡൻ അത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ സ്റ്റേജിലേക്ക് വരേണ്ടത് എന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളൊരു ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വീണ്ടും ഫ്രഷ് ആയിട്ട് ചില സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില പുതിയ കാലത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചില കാര്യങ്ങൾ അവെയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് വരെ നിങ്ങൾ പോവേണ്ട കാര്യമില്ല. ഓക്കെ, അത് നിങ്ങളുടെ സഫർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾ അത് അവെയർ ആവുന്ന സമയത്ത് നിങ്ങൾക്കത് നിർത്താൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ആൻഡ് കുറച്ചുകൂടെ ഹോപ്പ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബെറ്റർ ലൈഫ് നിങ്ങൾ കാണാൻ തുടങ്ങുക. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോഴിയുടെ കഥ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ ചില ആളുകളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം ചില സിറ്റുവേഷൻ, നിങ്ങൾക്ക് ബൗണ്ടറീസ് ഉണ്ട്, നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഫിസിക്കലി ആയിരിക്കാം, ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ സറൗണ്ട് അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ ചില വിശ്വാസങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് പുറത്തിറങ്ങി നടക്കാനും ചിന്തിക്കാനും പുതിയ പുതിയ കാര്യത്തിലേക്ക് വരാനും നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകാനും ഒക്കെ ഉള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക ഗൈസ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ട് കളയണം. ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോവാണ്, അവിടെ യൂസ് ചെയ്യാൻ പറ്റും